അത് ശരിയാ, എന്നോട് കാര്യം മറന്നുപോയി. ഓ, അവര് വന്നാ എന്ത് രസമായിരിക്കും. നമുക്ക് എന്തൊക്കെ കളികൾ കളിക്കാം. അവർക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കണം. എന്താ കൊടുക്കുക? നമുക്കവരെ ആ അമ്പൽക്കുളം കാണിക്കാൻ കൊണ്ടുപോവാം. അത് നല്ലൊരു ഐഡിയ. അവിടെ ഇപ്പൊ കുറേ അമ്പൽപ്പൂക്കൾ ഉണ്ടാവും, കാണാൻ നല്ല രസമായിരിക്കും. അതൊക്കെ നമുക്ക് പറിക്കണം. അത് പറിക്കാനും ചെന്നാൽ മതി. നീ പറയുന്ന പോലെ ഈസി ഒന്നും അല്ല. അവിടെ നല്ല ആഴുണ്ട്. മുഴുവൻ പറിക്കാനും പറ്റില്ല, 1-2 കിട്ടും. എനിക്കതുകൊണ്ട് മാല ഉണ്ടാക്കണം. അവിടെ നിന്നൊരു ഗ്രൂപ്പ് സെൽഫി എടുത്തിട്ട് എനിക്കതൊന്ന് സ്റ്റാറ്റസ് വെച്ച് ഓവറാക്കണം. നീ ഒന്ന് മിണ്ടാതിരിക്കുക. ആദ്യം അമ്മയോട് ചോദിക്കട്ടെ അവർ ഇന്ന് തന്നെയാണോ വരുന്നതെന്ന്. അമ്മേ അമ്മേ, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? അപ്പു, അടുത്ത വീട്ടുകാരൊക്കെ ഇപ്പൊ ഓടി വരും നിന്റെ വിളി കേട്ടിട്ട്. അത് പിന്നെ അമ്മേ, ചിഞ്ചു മനു ഇന്നല്ലേ അമ്മേ വരുന്നത്? അതാണോ കാര്യം? ഒന്ന് സമാധാനിക്കുക. അവർ ഇന്ന് തന്നെയാ വരുന്നത്. അവരിപ്പൊ എത്തുമായിരിക്കും. പിന്നൊരു കാര്യം, അവര് വന്നാൽ നിങ്ങൾ കുരുത്തക്കേടൊന്നും ഉണ്ടാക്കരുത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കളിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഓരോന്ന് ഒപ്പിച്ചാലുണ്ടല്ലോ, അടിച്ച് നിന്റെ കാല് ഞാൻ ഓടിക്കും. അയ്യോ ഇല്ല അമ്മേ, ഇപ്രാവശ്യം ഞാൻ ഡീസന്റാ. ഒരു കുഴപ്പവും ഞാൻ ഉണ്ടാക്കില്ല. ഇവളെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന നോക്കിയാ മതി. ഞാനാ? ഒന്ന് പോടാ. കൊറേ നേരമായല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. ഇവരെന്താ വരാത്തെ? നിന്ന് കാല് വേദനിക്കുന്നു. അവരൊന്ന് വേഗം വന്നാ മതിയായിരുന്നു. എടീ, ദേ നോക്ക്, അവരല്ലേ വരുന്നത്. ഞങ്ങൾ എത്തി. നിങ്ങൾ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നോ? എന്ത് ചെയ്യാനാ, ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. ബ്ലോക്കിൽ കുറേ നേരം ഇരിക്കേണ്ടി വന്നു. അതാ ഇത്രയും വൈകിയത്. ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. വാ, നമുക്ക് അകത്തേക്ക് പോവാം. നിന്ന് എന്റെ കാലും കൈയും ഒക്കെ ഒടിഞ്ഞു. വാ, നമുക്ക് വേഗം പോയി അകത്ത് ഇരിക്കാം കുറച്ചു നേരം. വന്നു. നിങ്ങൾ എത്തിയോ? എത്ര നേരമായി ഇവർ കാത്തിരിക്കുന്നു. വാ, നമുക്ക് വേഗം പോയി ചായ കുടിക്കാം. നിങ്ങൾ കുറേ ക്ഷീണിച്ചിട്ടല്ലേ വന്നത്. നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാ ആന്റി ഉള്ളത്? ജിലേബിയുണ്ട്, ലഡു ഉണ്ട്, പായസമുണ്ട്. നിന്റെ വളിച്ച കോമഡിയുണ്ട്. അവന്റെ ഒരു കോമഡി. എടാ, നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞില്ലേ? ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. അവിടെ അടുത്തൊരു ആമ്പൽക്കുളമുണ്ട്. നല്ല സൂപ്പർ വൈബ് സ്ഥലം. നമുക്ക് അവിടെ പോയാലോ? നമുക്കൊരു സെൽഫി എടുക്കാം. എന്നാൽ നമുക്ക് ഉറപ്പായിട്ട് പോകണം. ടൗണിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് സൈക്കിളിൽ പോവാം. എന്നാ വേഗം അവിടെ എത്തും. നല്ല സൂപ്പർ സ്ഥലം. ചിഞ്ചു, കണ്ടില്ല എന്ത് ഭംഗി ഇവിടെ കാണാൻ. ഇവരെന്തായാലും നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് നന്നായി. അല്ലെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല അടിപൊളിയാണ്. ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം. തുടങ്ങി അവന്റെ ഒരു ഫോട്ടോ. എവിടെ ചെന്നാലും അവനൊരു ഫോട്ടോ എടുത്താൽ മതി. പിന്നെ നമ്മളിവിടെ വന്നത് എല്ലാവരും അറിയണ്ടേ? ഈ ഫോട്ടോ ഇട്ടിട്ട് വേണം എനിക്കൊന്ന് ഷൈൻ ചെയ്യാൻ. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് സനു ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ കാണിച്ച് അവൻ എൻ്റെ മുന്നിൽ ഷൈൻ ആക്കി. അതുകൊണ്ട് ഞാൻ അന്നേ വിചാരിച്ചതാ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന്. എന്നാ പിന്നെ നീ ഫോട്ടോ എടുക്കാൻ തുടങ്ങിക്കോ. ഞങ്ങൾ ഇവിടുന്ന് ആമ്പൽ പറിക്കാൻ പോവാ. ഞങ്ങൾ അത് പറിക്കാൻ ഇവിടെ വന്നത് തന്നെ. എനിക്ക് വേണം. എനിക്ക് ആമ്പൽ പറിച്ചിട്ടൊരു വലിയ മാല ഉണ്ടാക്കണം. നമുക്ക് കുറേ ആമ്പൽ പൂക്കൾ കിട്ടി. ഇനി നമുക്കിത് കൊണ്ട് മാല ഉണ്ടാക്കാം. അതെ, നമുക്ക് ആ മരത്തിന്റെ ചോട്ടിൽ പോയി ഇരുന്നിട്ട് മാല ഉണ്ടാക്കാം. മരത്തിന്റെ ചോട്ടിലായത് കൊണ്ട് നല്ല തണുപ്പായിരിക്കും. അല്ല, നമ്മുടെ കൂടെ വന്ന ഒരാളെ കാണാനില്ലല്ലോ. നമ്മുടെ അപ്പു എവിടെ പോയി? കുറേ നേരമായില്ല അവൻ സെൽഫി എടുക്കാൻ പോയിട്ട്. അവന്റെ കാര്യമൊന്നും പറയണ്ട. അവന് സെൽഫി എടുത്താൽ മതിയാവാത്ത ഒരാളാ. അവിടെ ഇന്ന് ചറപറ സെൽഫി എടുത്ത് അമ്മയുടെ ഫോൺ ഫുൾ ആക്കുന്നുണ്ടാവും. നമുക്ക് ഈ പൂക്കൾ പിടിച്ചുകൊണ്ട് ഒരു സെൽഫി എടുക്കണം. എന്നാ നിങ്ങൾ മരത്തിന്റെ ചോട്ടിലൊക്കെ പോട്. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. ഇവനിതെവിടെ പോയി? മനു, എടാ ഭൂതല്ല, ഇത് ഞാനാടാ. ഓടാതെ നിക്കടാ. എല്ലാവരും വേഗം ഓടി രക്ഷപ്പെട്ടോ. അവിടെ ഒരു ഭൂതമുണ്ട്. ഞാൻ അപ്പൂനെ അന്വേഷിച്ച് പോയപ്പോ ആ കുളത്തിന്റെ അടുത്തൊരു ഭൂതം നിൽക്കുന്ന കണ്ടു. ഞാൻ അവിടുന്ന് വേഗം ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നതാ. അതാ ആ ഭൂതം ഇങ്ങോട്ടേക്കാ വരുന്നത്. എന്നാ ഓടിക്കോ. ഓടാതെ ഒന്ന് അവിടെ നിൽക്ക്. ഇത് ഭൂതമൊന്നല്ല, ഇത് ഞാനാ, അപ്പുവാ. അപ്പുവോ? ഇവനെന്താ ഈ കോലത്തില്? നീ എന്താടി ഈ കോലത്തില്? നിന്റെ തലയിലൊക്കെ എന്താ? കണ്ടിട്ടൊരു ഭൂതം പോലെ തന്നെയുണ്ട്. അത് പിന്നെ ഞാൻ ആ കുളത്തിന്റെ സൈഡിൽ നിന്ന് സെൽഫി എടുക്കാൻ പോയപ്പോ അറിയാതെ കാല് തെറ്റി കുളത്തിൽ വീണു. കുളത്തിലുള്ള പായൽ മുഴുവൻ എന്റെ തലയിലായി. അതാണ് കാര്യം, നിന്റെ ഒരു സെൽഫി. ഇപ്പൊ എന്തായി? സെൽഫി എടുത്ത് നല്ല സുന്ദരനായില്ലേ? അതെ, ഇപ്പൊ കാണാൻ നല്ല സ്റ്റൈലുണ്ട്. ഈ കോലത്തിലൊരു സെൽഫി എടുത്ത് നീ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടേ, നല്ല ലൈക്ക് കിട്ടും.
ഒന്ന് പോടാ കളിയാക്കാതെ, ഒന്ന് എന്നെ സഹായിക്കുന്നത് എന്റെ തലേന്നൊന്ന് ഊരിത്താ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നിന്റെ ഈ സുന്ദര രൂപം ഞാനൊന്ന് ഫോട്ടോ എടുക്കട്ടെ. അത് കളിക്ക്, എന്നിട്ട് വേണം നമുക്കിത് അവന്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാൻ.